നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തേനിന്റെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന തേനിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇനി തേനിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുതരാം. തേനിൽ ഭൂരിഭാഗം അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, ഷുഗർ തന്നെയാണ്. അതായത് ഫ്രക്ടോസ്, അതായത് പഴങ്ങളിൽ കാണുന്ന ഷുഗറാണ് ഫ്രക്ടോസ്. അതേപോലെ സൂക്രോസ്, മാൾട്ടോസ്, ഗ്ലൂക്കോസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഷുഗറുകൾ തന്നെയാണ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഈ തേനിന്റെ ഭൂരിഭാഗവും. പക്ഷെ തേനിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പഞ്ചസാരയും തേനും എടുക്കുകയാണെങ്കിൽ പഞ്ചസാരയിൽ നിന്നും തേനിനെ വ്യത്യസ്തമാക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസും മിനറൽസും തന്നെയാണ്. തേനിൽ ഫൈബർ കണ്ടന്റ് ഒട്ടും തന്നെ ഇല്ല, പ്രോട്ടീൻ ഇല്ല, ഫാറ്റ് ഇല്ല. ഫാറ്റ് കണ്ടന്റ് വളരെ താരതമ്യേന വളരെ കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ പഞ്ചസാരയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഘടകങ്ങളാണ്. പഞ്ചസാരയിൽ വെറും ഷുഗർ മാത്രമാണ്, കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തേനിൽ ഈ ഷുഗറിനെ കൂടാതെ തന്നെ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഉണ്ട്. അതേപോലെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരു സാധനമാണ് തേന്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ അസുഖങ്ങൾക്ക്, പല അസുഖങ്ങൾക്കും കാരണമാവുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ് ആണ്. അപ്പം ഈ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം ഈ ഫ്രീ റാഡിക്കൽസ് കുറയുകയും അതേപോലെ ഈ രോഗപ്രതിരോധ ശക്തി കൂടും. അതുപോലെ നമുക്ക് ഈ രോഗങ്ങൾ വരുന്നത് നമുക്ക് തടയുകയും ചെയ്യാം. അപ്പോൾ ഈ തേനിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കാരണം ഈ ഫ്രീ റാഡിക്കൽസിനെ തടയും. ഇനി വേറൊരു പ്രോപ്പർട്ടി ഉള്ളത്, തേന് ആന്റി ബാക്ടീരിയൽ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആയുർവേദത്തിൽ പറയുന്നുണ്ട് തേന് വ്രണശോധന രോപണമാണെന്ന് പറയുന്നത്. വൂണ്ട് ഹീലിങ്ങിനും വൂണ്ട് ക്ലീൻ ആയിട്ടിരിക്കാനും തേന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ പൊള്ളലുകളിൽ നമ്മൾ ബേൺസിൽ തേൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ തേന് ഒരു വൂണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബാക്ടീരിയ വളരാതിരിക്കാൻ ബാക്ടീരിയയുടെ വളർച്ചയെ തടയും. അപ്പോൾ ബാക്ടീരിയസിന്റെ വളർച്ചയെ തടയുന്നത് കൊണ്ട് തന്നെ ഇതൊരു ആന്റി ബാക്ടീരിയൽ സാധനമാണ് തേന്. അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ് തേനിനുണ്ട്. പിന്നെ തേന് ഈ കൊളസ്ട്രോൾ ഉള്ളവരിൽ ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാൻ, തേൻ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനും ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽ കുറയ്ക്കാനും തേൻ ഒരു പരിധി വരെ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേനിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി തേൻ എങ്ങനെ ഉപയോഗിക്കാം, തേന് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. താങ്ക് യു.